ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആരോണ്ടിക്കീസ്. അപ്പോൾ നമ്മളുടെ ഇന്നലത്തെ വീഡിയോയുടെ കമൻറ്റിൽ വന്നു ഫോർച്യൂണർ എടുക്കാൻ, താർ എടുക്കാൻ. അപ്പോൾ നമ്മുടെ ഈ ആപ്പിൽ മഹേന്ദ്ര ഇല്ല കേട്ടോ ഗായ്സ്. അപ്പോൾ നമുക്ക് പക്ഷേ ഫോർച്യൂണർ ഇല്ല, പക്ഷേ അതിന് ടൊയോട്ട ഉണ്ട് കേട്ടോ. അപ്പോൾ ടൊയോട്ടയുടെ ഏതെങ്കിലും വണ്ടി നമ്മൾ എടുക്കും. അപ്പോൾ ഇതൊന്ന് വെറുതെ നോക്കാം കേട്ടോ ഗായ്സ്, ഏതൊക്കെ വണ്ടി ഉണ്ടെന്ന് വെറുതെ നോക്കാം കേട്ടോ ഗായ്സ്. അപ്പോൾ നമ്മൾ എന്തായാലും വണ്ടി എടുത്തിട്ട് കാണാം ഗായ്സ്. അപ്പോൾ ഇതൊക്കെയാണ് വണ്ടി. എന്നിട്ട് നമ്മൾ ഒരു ഓഫ് റോഡ് ലുക്കിലേക്ക് ആക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ടോപ്പനെ അങ്ങോട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് എന്തായാലും ഗ്യാരേജ് എത്തിയിട്ട് കാണാം. എത്ര പഴയ വണ്ടിയാണ് നമ്മൾ അടിപൊളിയാക്കി എടുക്കും ഗൈസ്. അപ്പോൾ നമ്മളെ വണ്ടി വന്നിട്ടുണ്ട്. സ്റ്റോക്ക് കണ്ടീഷനിലോട്ടോ വണ്ടി ഇരിക്കുന്നത്. നമ്മളിവനൊരു ഓഫ് റോഡ് ലുക്കിലേക്കാണ് നമ്മൾ പണിയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മളൊരു മാരക ലുക്കിലേക്ക് തന്നെ നമ്മൾ മാറ്റും വണ്ടി. അപ്പോൾ നമുക്കൊരു ഓഫ് റോഡ് അലോയ്സാണ് ആദ്യം വേണ്ടത്. അതിന് ഓഫ് റോഡ് അലോയ് നമുക്ക് എടുക്കണം ഗൈസ്. അപ്പോൾ ഇതൊന്നും കാണുന്നില്ലല്ലോ. കാണുന്നില്ല കേട്ടോ ഗൈസ് ഓഫ് റോഡ് അലോയ്. ടൊയോട്ടയുടെ തന്നെ, ടൊയോട്ടയുടെ ഒരു ഓഫ് റോഡ് അലോയ് ഉണ്ടോ? ടൊയോട്ടയിൽ ഇങ്ങനത്തെ അലോയ് ഉണ്ടോ? ഓഫ് റോഡ് തന്നെ ആണെന്ന് തോന്നുന്നു, അറിയില്ല. നമ്മളത് അലോയ് ഒരു വേറെ ഷെയ്ഡിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യും കേട്ടോ. അല്ല, നമ്മൾ അലോയ് ഈ വൈറ്റ് കളർ മാരത്തൊന്നും ആക്കൂല, നമ്മൾ വേറെ കളറിലേക്ക് ചേഞ്ച് ചെയ്യും. ഇതാണ് കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ അലോയ്. ഇതൊരു വലിയ രസമില്ല. നമുക്ക് ഓരോന്ന് നോക്കട്ടെ. ഇതാണ് നല്ല അലോയ്. ഇല്ല ഗൈസ്, ഇതിനകത്തും ഇല്ല. ഇതിനകത്തും ഇല്ല. നമ്മൾ എന്ത് ചെയ്യും? ഇതിനകത്ത് നോക്കാം. ഇതാണിപ്പോൾ സ്റ്റോക്ക്. അല്ല, ഇതാണ് ഇപ്പോൾ കിടക്കുന്ന വണ്ടിയിൽ. ഉണ്ടോ നോക്കട്ടെ. ഇത് ഭയങ്കര ഓവറാട്ടോ. ഇതൊന്നും നമുക്ക് ഇഷ്ടപ്പെട്ട അലോയ് കിട്ടി നമ്മൾ സ്റ്റോക്ക് അലോയ് എടുത്ത് ബ്ലാക്ക് ആക്കി ഇടും. അതും അടിപൊളി ലുക്കാവും. നമ്മളെ അങ്ങനെ തോൽപ്പിക്കാൻ കഴിയില്ല. നമുക്ക് നോക്കാം അലോയ് നല്ലതുണ്ടോ എന്ന്. ഓഫ് റോഡിൻ്റെ ഇതുണ്ടാവുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. എന്താ ഗൈസ്, മനസ്സ് പറഞ്ഞത് നമുക്ക് തിരുത്താം. ഇതിനകത്ത് അലോയ് ഇല്ല ഗൈസ്. നമുക്ക് എന്ത് ചെയ്യാം? ഇതാണ് നമ്മുടെ സ്റ്റോക്ക് തോന്നുന്നു. ഇതല്ല, ഇതാണ്. ഇതല്ല, ഇത് തന്നെ കേട്ടോ ഗൈസ്. ആദ്യത്തെ ഇതാണ് നമ്മുടെ സ്റ്റോക്ക് അലോയ്. ഇത് തന്നെ മതി. അത് നമുക്കൊന്ന് ബ്ലാക്ക് അടിക്കാം. പിന്നെ ഫ്രണ്ട് ബമ്പർ നമ്മൾ ഓഫ് റോഡ് ലുക്കിലേക്കല്ലേ കൺവേർട്ട് ചെയ്യണേ. ഇതാണിപ്പോൾ സ്റ്റോക്ക്. ഇത്രയും ചെയ്തപ്പോൾ തന്നെ വണ്ടിയുടെ ലുക്ക് ഒരു മാരക ലുക്കായിട്ടോ. നമ്മളെന്നാ പക്ഷേ ഒരു മനസ്സിന് പറ്റിയതൊന്നും കാണുന്നില്ല. ഇതെങ്ങനെ ഉണ്ടാവും? ഇത്രയൊന്നും വേണ്ട ഗൈസ്. നമുക്ക് ഈ അലോയ് സോറി ഗൈസ്, ഈ ബമ്പറാക്കാം.
ഈ ബമ്പർ പിന്നെയും കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാൻ വന്നതിൻ്റെ മുമ്പ് ഈ ബമ്പർ കുറച്ച് വൃത്തികേടുണ്ട് കേട്ടോ. ഫ്രണ്ടൊക്കെ ഭയങ്കര ഓവറാണ്. നമ്മളെന്ത് ചെയ്യും, നമ്മൾ ഈ ബമ്പർ ഇട്ട് നോക്കും. നമുക്ക് ഓരോന്നിട്ട് നോക്കാമല്ലോ. പിന്നെ ഇഷ്ടപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യും, സ്റ്റോക്ക് ബമ്പർ തന്നെ ഇടും. അതും ഇഷ്ടപ്പെട്ട് എന്ത് ചെയ്യും, വേറെ ബമ്പർ ഇടും. ഉള്ളൂ, സിമ്പിളാണേ. കണ്ടില്ലേ, ഇങ്ങനത്തേക്കാണ് ഇനി ഉള്ളത്. അപ്പോൾ വണ്ടി ഒന്നുകൂടെ താഴും. വണ്ടി ആരുടെ മുന്നിൽ താഴുന്നത് എനിക്കിഷ്ടമല്ല ഗൈസ്. അതുകൊണ്ടാണ് നമ്മൾ ഇനി താഴുന്നത് വരെ ഇടാത്തത്. ഇത് പിന്നെ വലിയ കുഴപ്പമില്ല. അപ്പം നമുക്ക് ഇതെടുക്കാം. ഇനി നമുക്ക് ബേക്ക് ബമ്പർ ഇത് സെറ്റ് ചെയ്യാൻ നോക്കട്ടെ ഗൈസ്. അപ്പം നമുക്ക് ഓരോ സെറ്റ് ചെയ്ത് നോക്കാം. ഇതൊക്കെ സെറ്റ് ചെയ്ത വണ്ടി താന്നു പോകും. അപ്പം അതിനേക്കാൾ നല്ലത് ഒന്നും വേണ്ട, അയക്കാം. ഇതിനെ മതിട്ടോ. നമുക്ക് ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റുന്നതില്ല. ലൈറ്റ് ഇനി ആകെയുള്ള പ്രതീക്ഷയുള്ളൂ. ലൈറ്റ് പിന്നെ കുറച്ചധികം ഉണ്ട്. ലൈറ്റ് നമുക്ക് ഓരോന്നും ഇട്ട് നോക്കാം. ഇതെങ്ങനെ ഉണ്ടാവും? ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, കുഴപ്പമില്ലാത്ത ലുക്കുണ്ട്. ഇത് വലിയ കുഴപ്പമില്ലാത്തൊരു ലുക്കുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബ്രേക്ക് ലൈറ്റ്. ഇതാണ് നമ്മളെ നമുക്കത് കുറച്ച് പഴയ മോഡലൊക്കെയാണ്. ഇതാക്കിയോ, പൈസ നോക്കില്ല, വാരി എറിഞ്ഞ് പഴയ മോഡലാക്കി. അത് വേണ്ട ഗൈസ്, നമുക്ക് ഇത് തന്നെ മതി. ഒന്നെങ്കിൽ അതല്ലെങ്കിൽ ബ്ലാക്ക് ആക്കുക. അത് നമുക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും കളറൊക്കെ ചെയ്യാം കേട്ടോ. നമുക്കിത് LC200 തന്നെ എഴുതിയത് തന്നെ മതി കേട്ടോ. അടുത്തത് കവർ കിടക്കട്ടെ. അയ്യോ, കവറിട്ടത് പോവോ? എന്തൊരു വൃത്തികേട്. കവറിട്ടപ്പോൾ വണ്ടിക്കൊരു ഫോർച്യൂണറിൻ്റെ ലുക്ക് വന്നു എന്നൊരു സംശയം. ഇത് വേണ്ട എന്ന് ഞാൻ പറയില്ല, ഇത് തന്നെ മതി. ബ്ലാക്ക് ആക്കൂട്ടെ വണ്ടി, അപ്പോൾ ഒന്നുകൂടെ ലുക്ക് ആയിക്കോളും. നമുക്ക് ഇത് നോക്കാം. ഇതാട്ടോ നമ്മൾ വലിയ കുഴപ്പമില്ലാത്തത്. ഇനി നമുക്ക് സൈഡ് മിറർ, ഇവിടെ നമുക്കൊന്നും ചെയ്യാനില്ലെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് എവിടെയാണെന്ന് അറിയോ ഗൈസ്? നമ്മുടെ പെയിൻറ്റിങ്ങിനൊക്കെയാണ്. ഇത് ബേക്കിലത്തെ ആയിരുന്നു അല്ലേ, മാറിപ്പോയി ഗൈസ്. വേണ്ട ഗൈസ്, ഡ്യൂപ്ലിക്കേറ്റ്. ഇത് ഞാൻ നോക്കി നിൽക്കായിരുന്നു, ഒരു ബ്ലാക്ക് ലൈറ്റും ഇഞ്ചൊക്കെ ഉള്ളത് വേണമായിരുന്നു. ഇല്ലാത്തതുകൊണ്ട്
ഇതെടുക്കാൻ വിചാരിക്കുന്നു. അത് പിന്നെ കുഴപ്പമില്ലാത്തൊരു ലുക്കുണ്ട്. ഇനി നമുക്ക് പെയിൻറ്റിങ്. ഈ വണ്ടിയുടെ ലുക്ക് മൊത്തം തിരിച്ചെടുക്കുന്നത് പെയിൻറ്റിങ് ആണ്. ബ്ലാക്ക് ആക്കാന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. ഓ ഗായ്സ്, നോക്ക് ഗായ്സ്, പെയിൻറ്റിങ്. ഇതേ ഈ ബോഡി കുറച്ച് ലൈറ്റ് ആക്കാൻ പറ്റിയിരുന്നെങ്കിൽ. ഈ ഒരു ബ്ലാക്ക്, ഇത് നമ്മുടെ ഗ്രില്ല്, ഈ ഒരു ബ്ലാക്ക്, ഈ ഫുൾ ബ്ലാക്ക് ആക്കിയാലും ഒന്നുമില്ല എന്ന് തോന്നുന്നു. ഈ ഒരു ബ്ലാക്ക് അടുത്ത ഇത് സൈഡിലത്താണ്. നമുക്ക് അലോയി. അയ്യോ, ഗൈസ്, അപ്പോൾ ഇത് വേറൊരു കാര്യം ചോദിച്ചാണ്. നമുക്ക് ഈ ഒരു കളറിലേക്ക് ആക്കാം കേട്ടോ, ചേഞ്ച് ചെയ്തത് അലോയ്. നമുക്ക് സൈഡ് മിറർ ഒന്ന് റെഡാക്കിയാൽ കണ്ടോ, ഒറ്റ മൈൻഡിൽ. അത് മാത്രം റെഡ് ഷെയ്ഡ് തലങ്ങനെ ഇരിക്കും മല്ലയ്യ. അത് മാത്രം ഈ ഒരു റെഡ് ഷെയ്ഡ് കൊടുത്താൽ ഉണ്ടാവും.
ഇത്രയും ചെയ്തപ്പോൾ തന്നെ വണ്ടി ഒരു മാരക ലുക്കായിട്ടോ ഗൈസ്. ബാക്ക് ലൈറ്റ് എൻ്റെ പൊന്നും മച്ചാമാരെ, നമ്മുടെ വണ്ടി വേറെ ലുക്കായിട്ടോ. ഇതേ കണ്ടോ, കണ്ടോ, ഈ ഒരു ലുക്കിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. തിളക്കമൊക്കെ ഉണ്ടായിക്കോട്ടെ. ഇത്ര നമ്മൾ ഇതിനകത്ത് പെയിൻറ്റിങ് ചെയ്യുന്നത് ഒന്ന് വണ്ടി ലോവർ ചെയ്ത് നോക്കിയിട്ട് വെറുതെ. ഓക്കെ, വാട്ട് എ ലുക്ക്. ഹൈറ്റ് കൂട്ടിയപ്പോൾ പിന്നെ ലുക്ക് ഉണ്ട് കേട്ടോ. നമ്മുടെ അലോയി ഒന്ന് സെറ്റാക്കി ലൈറ്റ് ഇട്ട് നോക്കട്ടെ. വണ്ടി അടിയിൽ ലൈറ്റ് വേണോ? അടിയിൽ ലൈറ്റ് സെറ്റാവട്ടെ. അടിയിൽ ലൈറ്റ് സെറ്റായില്ല ഗൈസ്. അയ്യോ, സെറ്റ് ഉണ്ടായിരുന്നോ? സെറ്റായിരുന്നു. ഓ, ചെറിയ ലൈറ്റ് വന്നു, പക്ഷെ നമുക്കത് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് നമുക്കത് വേണ്ട വെച്ചു. ഇനി നമുക്ക് കുറച്ച് പണിയുണ്ട്. എന്തൊക്കെയാണ് പണി? ഗ്രില്ല് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റിയില്ല. സ്റ്റോക്ക് കണ്ടീഷൻ ഗ്രില്ല് തന്നെയായിരുന്നു വണ്ടി ഇരുന്നത്. ഈ സാധനം അത് നമ്മളൊന്ന് ബ്ലാക്ക് ആക്കിയപ്പോൾ ഒരു ഡാർക്ക് ലുക്കായി. നമ്മൾ ഗ്രില്ല് നോക്കുമ്പോൾ വലിയ രസമൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ഗ്രില്ല് വെച്ചില്ല. നമ്പർ ലൈറ്റ് നോക്കുമ്പോൾ ഒന്നുമില്ല, അതുകൊണ്ട് നമ്മളതും വെച്ചില്ല. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ വണ്ടിയിൽ നമ്മൾ എന്തൊക്കെ ചേഞ്ച് ചെയ്തു നമുക്ക് പറയാം. ആദ്യം തന്നെ നമ്മൾ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ചേഞ്ച് ചെയ്തു കേട്ടോ ഗൈസ്. പിന്നെ വണ്ടിയുടെ ഫ്രണ്ട് നമ്മൾ പാർട്സൊന്നും അങ്ങനെ ചേഞ്ച് ചെയ്തിട്ടില്ല കേട്ടോ. വണ്ടിയുടെ ഒന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. ഫ്രണ്ടിലത്തെ ഹെഡ്ലൈറ്റ് മാത്രം ചേഞ്ച് ചെയ്തു. പിന്നെ ഒരു ഫ്രണ്ടിലായിട്ടൊരു സ്റ്റീലിൻ്റെ ഒരു ഇത് കൊടുത്തു. അത്ര ചേഞ്ച് ചെയ്തിട്ടുള്ളൂ കേട്ടോ ഗൈസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വണ്ടിയുടെ കളർ ഫുൾ ബ്ലാക്ക് ആക്കി. ഒരു മിനിറ്റ്, ഇൻറ്റീരിയറിൻ്റെ കളർ നമുക്ക് സെറ്റ് ചെയ്യണ്ടേ? ഇൻറ്റീരിയർ അല്ല കേട്ടോ, അതൊരു ബ്ലാക്ക് ആകട്ടെ. അപ്പോൾ വണ്ടി ഫുള്ള് ബ്ലാക്ക് ആക്കി കേട്ടോ. നമ്മൾ അലോയ് ബ്ലാക്ക് ആക്കിയില്ല, അലോയ് ചെറിയൊരു ബ്ലാക്ക് ഷെയ്ഡ് എന്നും വേണമെങ്കിൽ പറയാം. പിന്നെ നമ്മൾ ഫ്രണ്ട് ഗ്രില്ല് ബ്ലാക്ക് ചെയ്തു. പിന്നെ നമ്മൾ ബ്ലാക്ക് കൂൾ ഫിലിം ഒട്ടിച്ച മാതിരിയാക്കി. പിന്നെ നമ്മൾ വണ്ടിയുടെ ബാക്കിലെ ലൈറ്റിൻ്റെ കളർ ചെറുതായിട്ടും ചേഞ്ച് ചെയ്തു. ഫ്രണ്ടിൽ ലൈറ്റിൽ ഒരു ഷെയ്ഡ് വെച്ചു. പിന്നെ ലൈറ്റിൻ്റെ സൈഡിലായിട്ട് റെഡ് കണ്ടോ, ഫ്രണ്ട് ലൈറ്റ്, അത് നമ്മൾ ചേഞ്ച് ചെയ്തതാണ്. അത്രയൊക്കെ നമ്മൾ. പിന്നെ ഫ്രണ്ടിലത്തെ കമ്പി സ്റ്റീല് നമ്മൾ ബ്ലാക്ക് ഷെയ്ഡിലേക്ക് കൊടുത്തു. ബ്ലാക്ക് പിന്നെ നോക്കുമ്പോൾ സിൽവർ, സൈഡിൽ നോക്കുമ്പോൾ ബ്ലാക്ക് ആയിട്ട് തന്നെ കാണാം. ഇത്രയാണ് ചെയ്തത്. പിന്നെ സസ്പെൻഷൻ നമ്മൾ ഫുള്ള് കൂട്ടി. ഇത്രയൊക്കെ ആയിരുന്നു തോന്നുന്നു വണ്ടി സസ്പെൻഷൻ. നമ്മളത് ഫുള്ള് കൂട്ടി. ലൈറ്റൊന്നും ഇട്ടിട്ടില്ല കേട്ടോ, ലൈറ്റൊന്നും നമ്മൾ ഇട്ടുന്നില്ല. അപ്പോൾ ലൈറ്റൊന്നും ഇട്ടിട്ടില്ല നമ്മൾ. പിന്നെ
ഇതിലൊന്നും ചെയ്യാനില്ല, അലോയിലൊന്നും ചെയ്യാനൊന്നുമില്ല, ടച്ചപ്പും ചെയ്യാനില്ല. ഇത്രയൊക്കെ നമ്മൾ ഈ വണ്ടി ചെയ്തത്. ഇത്രയും ചെയ്തപ്പോൾ തന്നെ ഈ വണ്ടി ഒരു മാരക ലുക്കായിട്ടോ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഓക്കെ ഗൈസ്, അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്. അടുത്ത കാർ ഏത് വേണമെന്ന് കമൻറ്റ് ചെയ്യണേ. കാറില്ലെങ്കിൽ നമ്മൾ ഇതേമാതിരി ആ കാറിൻ്റെ കമ്പനിയിലുള്ള ഏതെങ്കിലും കാർ എടുക്കുന്നതായിരിക്കും. ഓക്കെ ബായ്.